ഹായ് ഗായ്സ്. അപ്പൊ ഇന്ന് നമ്മള് മെല്ലോ പാർക്ക് മോളില് ഷോപ്പിങ്ങിന് പോവാണ്. എന്താണ് ചേട്ടൻ എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ? സാധാരണ ചേട്ടൻ ഒരു അഡിദാസിന്റെ സ്റ്റോറിലോട്ട് ഇങ്ങനെ കാന്തം പോലെ ഇങ്ങനെ വലിഞ്ഞു പോവാറുണ്ട്. ഇന്നും അത് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മള് ഇന്ന് പോകുന്നത് മെയിൻലി അമ്മുവിനൊരു സാധനം വാങ്ങാനാണ്. അമ്മുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ച് ഗിഫ്റ്റ് കാർഡ് വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ വിചാരിച്ച് ഗിഫ്റ്റ് കാർഡൊക്കെ എപ്പോഴും എല്ലാം ബർത്ത്ഡേക്കും കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു ടെഡി ബെയർ വാങ്ങിച്ചു കൊടുക്കാം. അതിന്റെ വലിയ ടെഡി ബെയർ ഉണ്ട്. അപ്പൊ ഒരു മെമ്മറബിൾ സംഭവമായിട്ടിരിക്കും. എപ്പോഴും നോക്കുമ്പോഴത്തേക്കോ ഇതന്നെ എനിക്ക് വാങ്ങിച്ചു എന്നതാണെന്നൊരു ഇതിന് വേണ്ടി. അപ്പൊ നമ്മൾ അതിന് പോന്നു. എനിക്കൊരു ഷൂസ് വാങ്ങണം. പിന്നെ എനിക്ക് കൈ കഴിക്കണം. എനിക്കെന്തോ മൈക്കൽ കോഴ്സ് നല്ല ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. എൻ്റെ പേഴ്സും എല്ലാം ബാഗും അതെല്ലാം മൈക്കൽ കോഴ്സാണ്. അപ്പോൾ എനിക്കെന്തോ ഇതിൻ്റെ ഷീറ്റ്സ് കണ്ടപ്പം ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് വെച്ചിട്ടൊന്നും ചേരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചതും ഇല്ല. അതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ചു. പൈസയും കൂടെ ചേർത്താണ്. ഷീറ്റ്സ് $334. കാണിച്ചു തരാം. ചേട്ടൻ ഒന്ന് തുറന്നാണെന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് പിടി. പെട്ടി എന്തോ കിട്ടിയോ? വെറൈറ്റി സെയിം കണ്ണാടി. ഞാൻ വേറെ വാങ്ങിക്കാനാണ് വന്നത്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലൂബെറി അല്ല, ബർബറി. സ്ട്രോബെറി എന്തോ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അമ്മ ഇപ്പം വാങ്ങിച്ചു വരണം. ഒരു പിങ്ക് വൺ. കല്യാണത്തിനൊക്കെ പോകുമ്പം കല്യാണം വിളിക്കാൻ പോകുമ്പം പുതിയ ബാഗ് വേണം. അങ്ങനെ ഷീ ബോട്ട് വൺ. ബ്ലാക്ക് ഫ്രൈഡേ അന്ന് വരും. അതൊരു നവംബറിലാണ്. അപ്പോൾ അന്ന് വന്ന് ബാക്കി ഷോപ്പിംഗ് ചെയ്യും. തൽക്കാലം എത്രയേ ഉള്ളൂ. ടെഡി ബെയർ മാത്രം വാങ്ങിച്ചില്ല ഇതുവരെയ്ക്കും. അമ്മ ബാഗ് കാണിച്ചേ. അമ്മ വ്ളോഗിന് ബാഗ് കാണിച്ചേ. കൊള്ളാം. ബാ ഇത് വാങ്ങാം. ടെഡി ബെയർ വാങ്ങാം. ബാ. എനിക്ക് ഈ ചെരുപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ചെരുപ്പ് വാങ്ങിച്ചു. ചേട്ടൻ ഒരു ദിവസം ഫോട്ടോ എടുത്തിട്ട് കാണിച്ചത് നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി നല്ല രസമുണ്ട്. എനിക്ക് ഈ ചുരിദാറിനൂടെ ഒന്നും ഇടാൻ ചെരുപ്പില്ല. ഞാൻ ക്രോക്സ് ഇട്ടുകൊണ്ടാണ് ഗർഭയ്ക്കൊക്കെ പൊക്കോണ്ടിരുന്നത്. ഞാനും അനാച്ചും കൂടെ ഞാനും അനാച്ചും മാച്ചിങ് ആവാൻ വേണ്ടിയിട്ട് MKയുടെ മൈ ഫേവറേറ്റ്. ഇത്രയും വേണം. ഇത് ചേട്ടൻ്റെ കുഞ്ഞ് അനകാച്ചിന്. ഞാൻ 10 വിചാരിച്ചു. ഇപ്പൊ 11 കേട്ടോ. കാല് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും. മറ്റേതും കൂടെ ഇടാം. വെയിറ്റ് മറ്റേതും കൂടെ ഇടാം. അമ്മ കണ്ട അമ്മനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു കാലിൽ എനിക്ക് നെയിൽ പോളിഷ് ഇട്ടായിരുന്നു. അല്ല, ഒരു വിരലില് നെയിൽ പോളിഷ് ഇട്ട് കളിച്ച് പോയിട്ടാണ്. ഇത്രയും വരെ ഓക്കെ, കൊള്ളാല്ലേ? ഹാപ്പി ആയോ? എൻ്റെ നന്നായിട്ട് പൈസ പൊട്ടുന്നതാണ്. കുഴപ്പമില്ല, നമ്മുടെ ഹാപ്പിനെസ് അല്ലേ. നമ്മൾ പിന്നെ എന്തിനാ ജോലി ചെയ്യുന്നത്? ഇതിനൊക്കെ വാങ്ങിക്കാനാണ്. നമ്മളിവിടെ വന്നു. ബിൽഡ് ബെയർ നമ്മൾ കണ്ടില്ല. ടെഡി ബെയറിൻ്റെ കട ഇവിടെ കാണാനില്ല. ഇവിടെ വേറെ കടയിൽ വന്നു. പക്ഷെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. അത്ര സുഖമില്ല. നമ്മൾ വേറെ കടയിൽ പിന്നീട് പോയി ഇന്നോ നാളെയോ വാങ്ങാനാണ് പ്ലാൻ. ഫൈനലി നമ്മൾ ഷൂസ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. ഷൂസ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയത്തില്ല. എനിക്ക് എയർ ജോർഡൻസ് ആണ് ഞാൻ തപ്പുന്നത്. ജോർഡൻസ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനെക്കാട്ടിലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. പക്ഷെ
പക്ഷെ എനിക്ക് സ്ഥിരം യൂസിന് മിക്കവാറും ഇതായിരിക്കും കോളേജിലൊക്കെ ഇടാൻ വേണ്ടി. മറ്റേതൊരു എയർപോർട്ട് ഒക്കെ ഒരു ടെന്നാണിത് വാങ്ങിച്ചത്. പക്ഷേ 10.5 ഭയങ്കര ഉണ്ട്. നമ്മൾ ഷൂസ് പിന്നെ ലബൂബു നമ്മൾ പറഞ്ഞു വെക്കണം. ലബൂബു എന്നാണ് നല്ലൊരു സാധനമാണ് അമ്മ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോളിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഷോപ്പ് റൈറ്റ് ചെന്നിട്ട് അമ്മുവിന് ടെഡി ബെയർ വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും കഴിക്കാൻ പോയിട്ട് രാത്രി 12 മണിക്ക് ചെന്ന് സർപ്രൈസ് ചെയ്യും. അതാണ് നമ്മുടെ പ്ലാൻ ഇന്നത്തെ. ഇവിടുന്ന് എടുക്കണത് സൂക്ഷിച്ചെടുക്കണേ കേട്ടാ. എല്ലാരും പേടിച്ചിരിക്കുകയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. കൈയൊക്കെ മടക്കുകയാണ്. എന്ത് അടിക്കാൻ പോണോ ആരേലും? ബിരിയാണി നോക്കി ഇപ്പുറത്തെ ലെഫ്റ്റിൽ വണ്ടി ഉണ്ട്. ആരെ പഠിപ്പിക്കണ വളർത്തണ്ടില്ലേ? എങ്ങനെ ഈ ലൈനിലെത്തിയെന്ന് അമ്മയ്ക്ക് പറഞ്ഞു. ഇവിടെ നേരെ പോവാ. ആ കറക്റ്റ് റൈറ്റ് എടുത്ത് നേരെ. ഇനിയിപ്പോ റൈറ്റ് എടുക്കും. ഇനി റൈറ്റ് എടുത്തേ പറ്റൂ. എന്തോന്നേ നേരെ പോണെന്ന് പറഞ്ഞാൽ നേരെ പോകുന്നത് ഷോപ്പ് റൈറ്റിലോട്ടല്ലേ പോകുന്നത്. ആരെ മോളിങ്ങനെ ഇവിടെ അങ്ങനെ ഹോൺ അടിച്ചുവിടാം. നമുക്ക് ഹോൺ അടിക്കുന്നത് ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ്. അപ്പം ആരെയോ അമ്മയെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രീ ദോശ പ്ലേസിലെത്തി. ഇവിടെയാണ് ഞാൻ എൻ്റെ ഡാൻസ് പ്രാക്ടീസൊക്കെ, ഞാൻ ഫ്ലോറിഡയിൽ പോയപ്പോൾ ഇവിടുത്തെ ഡാൻസ് പ്രാക്ടീസിൻ്റെ സ്ഥലം ഇവിടെ അടുത്തായിരുന്നു. സ്റ്റുഡിയോയിൽ നിന്നൊക്കെ ഇവിടെയാണ് ഒരു വട്ടം കഴിക്കാൻ വന്നത്. ഇതിന് മുന്നേ ഞാനും അമ്മയും വന്നിട്ടുണ്ട്. ബാജി വന്നു. വീട്ടിൽ നിന്ന് പഴം കൊണ്ടാണോ പഴം തിന്നിട്ടാണോ തൊട്ട് കയറും. ഇതെല്ലായിടത്തും ഉള്ള പരിപാടിയാണ്. ഇതുപോലെ പഴം നിന്നിട്ടേ ബാജി ഫുഡ് കഴിക്കുള്ളൂ. അതുകൊണ്ട് പഴവും കൊണ്ട് ഇങ്ങനെ നടക്കും. പിന്നെ നമ്മൾ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ പഴത്തിൻ്റെ നാറ്റുമായിരുന്നു. പഴവും കൊണ്ടിരിക്കും. ഓരോ വീലിന് മുന്നേ ഇത് കഴിച്ചിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. മരുന്ന് പോലെയാണ് പഴം. നമ്മുടെ നാട്ടിലെ പോലെ വെയിറ്റിംഗ് ഫോർ us. ബാജി ജീനി ദോശ എത്തിക്കഴിഞ്ഞു. അമ്മയുടെ ഫാൻസ് ഉണ്ട് അവിടെ. വിട്ടിട്ട് ഇതും ദോശയും ചീസ് മസാല ദോശ ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ്. കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ആണ്. മസാല ദോശയിൽ ചീസ് മാത്രം എടുത്ത് കൊടുത്ത്. ചീസും ഇല്ല, മസാല ഇല്ല, ദോശ മാത്രം എടുത്ത് കൊടുത്തമ്മ. ഇത് പാച്ച് ക്യാരറ്റ് എടുത്ത് വെളിയിട്ടിട്ട് തിന്നൂലേ. ഓക്കെ, പാട്ട് പാട്ടിട്ടാണുണ്ടായിരുന്നു. നമ്മുടെ ഫേവറേറ്റ് പാട്ട്. എനിക്ക് ഞാനും വേണ്ട, എനിക്കത് മതി. ഇങ്ങനെ അപ്പുറത്തിരിക്കുന്ന ആളുടെ നോക്കിയാണ് ബാജി ഓർഡർ ചെയ്തത്. എവിടെ മസാല ഇത്? മസാല എവിടെ? നോ നോ, ഇത് വേണ്ട, അത് മതി. മൈസൂർ മസാല. Mysore masala. Cheese masala. Cheese Mysore masala. So better thing this time you want to change that. Yeah. Cheese Mysore masala. Yeah, Cheese Mysore masala. It's so good. Last time എൻ്റെ ഫ്രണ്ടാണ് എടുത്ത് വാങ്ങിച്ചത്. ഞാൻ സാമ്പാർ ഇഡ്ഡലി വാങ്ങിച്ചു. എനിക്ക് സാമ്പാർ ഇഡ്ഡലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് അടിപൊളി, ചീസും മസാലയും അടിപൊളി. ഓക്കെ, റൗണ്ട് 2. ബാജിക്ക് ഇഷ്ടപ്പെടാതെ വാങ്ങിച്ചാണ്. ഈ നടക്കുള്ള അല്ലെങ്കിൽ പിന്നെ
അതെടുത്തോ എന്നിട്ട് അതെനിക്ക് വേണ്ട, ഇത് കംപ്ലീറ്റ് മറ്റേ ജീസ് മാത്രമല്ല, അത് നീ ഓക്കെ നമ്മള് കഴിച്ചു കഴിഞ്ഞു. ചമ്മന്തി മാത്രം വെച്ചുകൊണ്ട് ഞാൻ സാമ്പാർ എടുക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഇവിടെ നമുക്കിങ്ങനെ സാമ്പാർ അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം. ഗോലി സോഡ ഉണ്ട്, ഗോലി സോഡ. ഓക്കെ, സോ വി ആർ ബാക്ക് ടു ഷോപ്പ് റൈറ്റ്, നമ്മുടെ സ്ഥിരം കട. അപ്പം നമ്മൾ ടെഡി ബെയർ ഫൈനലി ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങണം, ഇല്ലെങ്കിൽ ബർത്ത്ഡേ ആവാൻ 2 മണിക്കൂറും കൂടെ ഉള്ളൂ. ചേട്ടൻ എന്ത് തോന്നുന്നു? നിന്നെ എടുത്ത് കണക്കിടാൻ പോകുന്നു. ബാജി ദോശ കഴിച്ച് മത്തടിച്ച് കിടക്കുകയാണ്. കറക്റ്റ് ആയിരുന്നു, നമ്മുടെ എല്ലാവരും വയറ് നിറഞ്ഞു, ഓവറായില്ല. അപ്പൊ നമ്മൾ ടെഡി ബെയർ കിട്ടിയില്ല. അപ്പൊ നമ്മൾ വാൾമാർട്ടിൽ പോവാൻ പോവാണ്. സാധനം കൊണ്ടത് അമ്മ പറഞ്ഞ ഉഗ്രം സാധനം, നമുക്കിത് നോക്കിയാണ് ഇത് പാത്രം വയ്ക്കാൻ പറ്റിയ സാധനമാണ്. ഇപ്പൊ നമ്മൾ കൊള്ളാമല്ലോ, എത്ര രൂപ ഞങ്ങൾ നല്ല എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അവസാനം നോക്കിയെടുത്ത് ഇതിനകത്ത് ഒരു കാര്യം ഒന്നും എഴുതി വെച്ചിട്ടില്ല, മറ്റേ ഇത് എഴുതിയിട്ടില്ല. അവസാനം സംഭവം എന്താണെന്നറിയാ, ഇത് വെക്കാനുള്ള സാധനമാണ്, പാത്രം വെക്കാനുള്ള സാധനമാണ്. ഇത് എടുത്തോണ്ട് ഒന്നാം ഇതിൽ കൊടുക്കാൻ, ഇത് ഞങ്ങൾക്ക് വേണമെന്ന്. അതെടുത്തോണ്ട് പോകാൻ പാത്രമാണ് ഓൺസൈല്, പാത്രമാണ് വെക്കാൻ വെച്ചേക്കുന്നത്. അമ്മ പാത്രമാണ് അവര് സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്ന. അതിന് വെച്ചേക്കണ ഹോൾഡർ അമ്മയ്ക്ക് വേണം, അത് ഇവരുടെയാണ്. അമ്മ ഇന്ന് രാവിലെ തൊട്ട് മന്ദത്തരാണ് ഫുൾ കാണിക്കണം. എന്റെ ടിപ്പ് എടുത്തിട്ട് ഓടാൻ പോയി, വേറൊരുത്തന്നെ കാർട്ടൂൺ തള്ളിക്കൊണ്ട് പോയി. അവന്റെ ഫോണും അവന്റെ എല്ലാം കൊണ്ട് എന്നിട്ട് അവന്റെ കാർട്ടൂൺ തള്ളിക്കൊണ്ട് പോയി. ഇന്ന് രാവിലെ പട്ടേലിൽ ചെന്നിട്ട് ഈ ഇടയ്ക്ക് ഇന്ത്യൻ ക്രോസസിൽ പോകാൻ വേണ്ടി ലിക്കർ ലോക്കറിന്റെ അകത്താണ് കയറിപ്പോയത്. നമ്മൾ ആദ്യത്തെ ഷൂട്ടിംഗ് നടത്തിയത് ഈ ഷോപ്പ് റൈറ്റിൽ വെച്ചാണ് നമ്മുടെ ആദ്യത്തെ ഷൂട്ടിംഗ് നടത്തിയത്. അതിന്റെ കുറച്ച് ഭാഗം കൂടെ ഇതിന്റെ കൂടെ ഇടുന്നതായിരിക്കും. അഭിനയിക്കുന്ന സീരിയലിന്റെ സ്നേഹക്കൂട് സീരിയലിലുള്ള രഘുവരൻ, അമേരിക്കൻ അമ്മാവൻ രഘുവരനായിട്ടുള്ള അതിന്റെ ആദ്യത്തെ ഇത് ഇവിടെ വെച്ചാണ് എടുത്തത് ഷോപ്പ് റൈറ്റിൽ. നല്ല മീൻ ഇരിക്കുന്നല്ലോ, കുറച്ച് മരച്ചിനും കൂടെ ഉണ്ടെങ്കിൽ ആടിപൊളി. ഒരു കാര്യം ചെയ്യാം, ശോഭേച്ചിയെ വിളിച്ച് നല്ല വെറൈറ്റി ആയിട്ട് മീൻകറി വെക്കാനുള്ള റെസിപ്പീസ് ചോദിക്കാം. ആ രഘു പറയടാ. ഹലോ ശോഭേച്ചി, ഉറക്കമൊന്നും ഇല്ലേ? ഷൂട്ട് ചെയ്തത് എന്റെ മോനാണ് ഷൂട്ട് ചെയ്തത്, ആരോമൽ എയർഫോഴ്സ് ആരോമൽ. പിന്നെ അതോടെ ആരോമല് ഷൂട്ടിംഗ് എന്നുള്ള കാര്യം ആരോമല് നിർത്തി. അതിനുശേഷം ഇവിടെ ബൈ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചു, ഓർമ്മയുണ്ടോ? എന്നിട്ട് എന്നെ പിടിച്ച് നിർത്തി വീണ്ടും. ഓക്കെ, അപ്പൊ നമ്മള് വാൾമാർട്ടിലെത്തി. വാൾമാർട്ടിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോസോഫ്റ്റും ബിൽഗേറ്റ്സും വരുന്നതിന് മുമ്പ്, അതായത് ബിൽഗേറ്റ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാവുന്നതിന് മുമ്പ് ഈ വാൾമാർട്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ. അതിനുശേഷമാണ് സാം വാൾട്ടൺ, അയാളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. അപ്പോൾ അത് വാൾമാർട്ടിൻ്റെ ഓണറായിരുന്നു. പിന്നെ ഈ വാൾമാർട്ട് എല്ലാം കൂടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കായിട്ട് വീതിച്ച് കൊടുത്തപ്പോൾ അത് കുറച്ചൊന്ന് ഒഴിച്ചാൽ പിന്നെ അങ്ങനെയാണ് ഇയാൾ എന്താണ് ബിൽഗേറ്റ്സ് ആണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായത്. ഇനി അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകുമ്പോൾ ഞാനാണ്, സന്തോഷ് മാർക്ക്. ചേട്ടാ ആക്ച്വലി എന്റെ വ്ളോഗില് ചേട്ടനാണ് അധികം എക്സ്പോസ് ആവുന്നത്, എന്നെ ആൾക്കാർ കാണാറില്ല. Let's go to the Teddy section because Teddy section ആണ്. I'm actually like tired and exhausted. I want to sleep. Yeah. He always makes fun of me whenever I talk in American accent. But like when you talk, actually like when you talk in, when you talk in what Indian accent, it makes your English slower. That's what I know. Like ചേട്ടൻ്റെ പേര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? What's your name എന്ന് ആരും ചോദിക്കും. മെക്ഡോണൾഡ്സിലേക്ക് പോകുമ്പോൾ can I have a name for the order എന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടൻ Arumo. Come on. ഇങ്ങനെ പറയുന്ന ചേട്ടനാണ് എന്നെ കുറ്റം പറയുന്നത്. Arumo. ഇങ്ങനെ എനിക്ക് എൻ്റെ വീടൊക്കെ എൻ്റെ വീട് ഞാൻ വാങ്ങുമല്ലോ കുറേ വർഷം കഴിയുമ്പോൾ. അതല്ല എൻ്റെ റൂമൊക്കെ
ഒരു വീട് അടുത്ത വർഷം വാങ്ങും എന്നാണ് പ്ലാൻ. വീട് വാങ്ങുമ്പോൾ നമ്മളിതെല്ലാം വാങ്ങും അല്ലേ ചേട്ടാ? ചേട്ടാ എന്നിട്ട് നമുക്ക് വലിയ ഫ്രെയിമിൽ നിങ്ങളുടെ കല്യാണ ഫോട്ടോ വയ്ക്കാമേ. Where are they? Yeah, this is the one. But how is it? No. ഇത് വാങ്ങിച്ചു കൊടുത്താലും മതി മക്കളെ. അത് നല്ല നോക്കളെ. ഇത് പശു പശു അത് കൊള്ളാം. അയ്യോ അമ്മ ഇപ്പോഴേ വിടുന്നു. ഓൾസോ പശു ഓൾസോ വി ആർ ഗോയിങ് ടു ബൈ. ആൻഡ് ദിസ് വൺ ഐ ആം ഗോയിങ് ടു ബൈ. ദിസ് ഇസ് കോക്കനട്ട് വാട്ടർ. ഇവിടെ രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞ്, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. രാവിലെ കൂടെ ഭയങ്കര തിരക്കാണ്. രാവിലെ ഈ വാൾമാർട്ടിൽ പണ്ട് എൻ്റെ ചേട്ടൻ പറയും ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനമില്ല, വാൾമാർട്ടിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനമില്ല. നമ്മളവിടെയൊക്കെ ശരിയാണ്, എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ലോകത്തിൽ കുറച്ച് പൈസ കുറവാണ്, കമ്പാരിറ്റീവ് പൈസ കുറവാണ് ഇവിടെ. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കുറവ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിയും ഉണ്ട്. അതാണ് വാൾമാർട്ടിൻ്റെ പ്രത്യേകത. കാർഡും കൂടെ ഞാൻ എടുക്കാം. ബൈ വൺ കാർഡ്. അമ്മയും ബജിയും കാണാനില്ല. ലാസ്റ്റ് മിനിറ്റ് ചെന്നൊരു കേക്ക് വാങ്ങിച്ചു. കുഞ്ഞു കേക്ക്. ശരിയാണ്, അതാണ് ഞാനിത് എടുത്തോണ്ട് നടന്നപ്പോഴേ. ഞാൻ എന്നും എത്ര പിള്ളേരെന്നറിയാമോ അമ്മ എടുക്കണേ. കരിക്കുടിക്കണം പാവം കൊച്ചിന്. വാൾമാർട്ടിൽ നട്ട് വാങ്ങിച്ചാൽ ഓരോരുത്തർ അവരവർക്ക് പറ്റിയ സാധനങ്ങളാണ്. ഓക്കെ, നമ്മള് വീടെത്തിയിട്ടുണ്ട്. നമ്മള് കുറച്ചു നേരം കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകും. അയ്യോ സോറി. അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരെണ്ണം വാങ്ങാം. ഇത് ഓൾറെഡി യൂസ് ചെയ്തതാണ്. ചെരുപ്പ് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ അയച്ചു കൊടുക്കും. നമ്മൾ ഇന്ന് വാങ്ങിച്ചില്ലേ മൈക്കിൾ ഞാന് സെയിം വാങ്ങിച്ച്. നാളെ അമ്മൂന് ജോലിയുണ്ട്, അപ്പം അതുകൊണ്ട് അമ്മു രാത്രിയാവും വരുമ്പം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്നൊരു കേക്ക്. നാളെയും കേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്, അറിയത്തില്ല, അത് PM-ആണ്. ഇന്ന് നമ്മുടെ അതൊരു ചെറിയൊരു കേക്ക്. Who's that? No. Okay, let's go. ഇവ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതുവഴി പോണ ഫ്രണ്ടിൽ കൂടെ പോകും. ഇതിവിടെ കാണും ചിലപ്പോൾ. അത് ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. ലൈറ്റർ എടുക്കാൻ മറന്നുപോയി നമ്മള്. പൊക്കോ. ഇപ്പൊ അവര് പാർക്കിൽ നിന്നെന്തോ വന്നതേ ഉള്ളൂ. തണുക്കതമ്മാ. ചേട്ടൻ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ, ഓടി വരുന്നുണ്ട്. സോ അതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്, ഇത് ഇവരുടെ അപ്പാർട്ട്മെന്റ്. സോ അത്ര ദൂരേ ഉള്ളൂ. അമ്മു ആരെന്നറിയത്തില്ലെങ്കിൽ ബാജിയുടെ അനിയൻ്റെ മോളാണ്. ബാജി എൻ്റെ അച്ഛനാണ്. അമ്മയ്ക്ക് ചെറിയ വട്ടുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday, dear
എന്നാ വെച്ചേരാ അടുത്ത വിജിക്ക് 91 വെക്കാൻ വേണ്ടി അമ്മ വരുന്നത് അടുത്ത വർഷം അല്ല അടുത്ത വർഷം ഇപ്പഴേ തകർന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു വേണം അതെ എല്ലാവർക്കും ഞാൻ അതിനെടുത്തില്ല. ഒരെണ്ണം വെറുതെ ഇരിക്കുന്നു. അത് ചുമ്മാ ഇരിക്കുന്നവർക്ക് കൊടുക്കണ എല്ലാവർക്കും അപ്പൊ കഥവ് തുറക്കല്ല പതൊക്കെ എങ്ങനെ കഥ കറക്റ്റ് ആരും അറിയാതെ പതുക്കെ ഇങ്ങനെ ചേർത്ത് അമ്മയാണ് വെച്ചത്. ഇപ്പോഴെല്ലാം കൂട്ടിമുട്ടിക്കുമ്പോ മനസ്സിലാവും. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ആക്ച്വലി. പി എം എ ഞാൻ ഇന്ന് 6 വട്ടം വിളിച്ചു. കോവിൽ ഞാൻ 6 വരെ തൊട്ട് 9 വരെ വിളിച്ചു. We're going to Niagara on Sunday. ഇവിടെ പരേഡ് ഉണ്ട്. അന്ന് ബ്ലോക്ക് ചെയ്യും. നമ്മളൊക്കെ പോണ രാവിലെ അല്ലേ 9 മണി. പരേഡ് ഞാൻ നോക്കിയില്ല സമയം. മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ പരേഡ് നമ്മൾ പോണേണ്ട അന്ന് സൺഡേ. ചേട്ടാ ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. 1 മണിയായിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ നെയിൽസ് ചെയ്യാൻ പോവും. നെയിൽസ് ചെയ്തിട്ട് ഇത് ഭയങ്കര സ്നേഹം. ഓക്കെ, നെയിൽസ് ചെയ്തിട്ട് സൺഡേ നമ്മൾ ഞാനും കൊച്ചിനും പി എം എ അമ്മുൻ്റെ അമ്മുമ്മ, അതായത് പി എം എ അമ്മാമ്മ നമ്മൾ 5 പേരും കൂടെ നയഗ്ര ഫോൾസിൽ പോവുകയാണ്. നമ്മൾ ആദ്യം വന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം സെക്കൻഡ് ടൈമാണ് ചേട്ടാ. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് പോകുന്നത് അമ്മാമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മാമ്മ ഇവിടെ 5 മാസത്തേക്ക് വിസിറ്റിംഗ് വിസയിൽ എടുത്ത് വന്നു. അപ്പോൾ നമ്മൾ സൺഡേ പോവും. സൺഡേ മൺഡേ ട്യൂസ്ഡേ തിരിച്ചു വരും. കാറിലാണ് പോകുന്നത്. കൊച്ചിനും പി എം എ മാറി മാറി ഡ്രൈവ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ലീവൊക്കെ എടുത്തു ജോലി സ്ഥലത്തുനിന്ന്. കാരണം ഇപ്പം അതുകൊണ്ട് എനിക്ക് നല്ല ഭയങ്കര ഹാപ്പിയാണ്. കാരണം 4 ദിവസം എനിക്ക് തുടർച്ച പോകണ്ട അവിടെ ജോലിക്ക്. കാരണം ഇപ്പം 3 മാസമായിട്ട് കോളേജ് ഇല്ലാത്തതുകൊണ്ട് ഫുൾ ഡേ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ടയറിങ് ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു ലീവ് എടുത്തുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം 9 to 6 ഒക്കെ നന്നായിട്ട് ടയേർഡാവും. ഇത്രയും നേരം പിള്ളേരോട് ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുമ്പോഴത്തേക്കും നല്ല ടയേർഡാവും. അതുകൊണ്ട് ഒരു ലീവൊക്കെ എടുത്തു. ഇനി പോയി അടിച്ചു പൊളിക്കും. സോ അതിൻ്റെ വ്ളോഗും ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ബൈ. ചേട്ടാ ബൈ പറയൂ. ബൈ പറ. ബൈ. അങ്ങനെ അച്ചു ബൈ പറയോ. ചേച്ചി പഠിക്കണം. ഒരു ബൈ പറയൂ എൻ്റെ വ്ളോഗിന്. ഓക്കെ ഗൈസ് ബൈ.